ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇന്നൊരു മിനി ഡേ ഇൻ മൈ ലൈഫാണ്. കുറച്ച് ബിറ്റ്സ് ഓഫ് മൈ ലൈഫ് കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ആരും ഇടുന്ന സാധനമാണ്. അപ്പോൾ ഇതിവിടെ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. പിന്നെയാണ് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടത്, അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ അധികം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത് എന്നുള്ളത്. രാവിലെ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുന്നേ ടി വിയിൽ ചെയ്ത സിനിമ കാണേണ്ടതെന്നൊക്കെ സെറ്റാക്കി വെക്കുന്നൊരു പരിപാടി സംഭവങ്ങളൊക്കെ ഉണ്ട്. പാക്കിംഗ് ഒക്കെ എവിടേക്ക് എത്തിയെന്ന് ഞാനിങ്ങനെ പോയി ഇടയ്ക്ക് ഇങ്ങനെ നോക്കും. എന്നെ തന്നെ ഞാൻ ആശ്വസിപ്പിക്കും, ഇനി കുറച്ചും കൂടെ ഉള്ളൂ എന്നുള്ളത്. ഞാൻ പുതിയ ട്രൈപ്പോഡ് മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ പല പല ആംഗിളിൽ വെച്ചിട്ട് വീഡിയോസൊക്കെ അങ്ങനെ നോക്കുകയാണ്. എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. എന്തെങ്കിലും റെക്കമെൻഡേഷനോ സജഷൻസോ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. രാവിലെ മസാല ദോശ വാങ്ങാനുണ്ടായത്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു പാൻസി ടീഷർട്ട്, സൺസ്ക്രീം, ലിപ് ഗ്ലോസ് മാത്രമേ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് പോയി വരാനായിരുന്നു. ഒരു ക്രോസ് ബോഡി ബാഗാണ് കേട്ടോ ഇടുന്നത്. ഇതാകുമ്പം നമുക്ക് എളുപ്പമായിരിക്കും ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാഷ്യോടെ വാച്ചാണ് ഇടുന്നത്. ഇന്ന് നമ്മൾ ഗ്യാസ് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. അമ്മ ഞാനും മാത്രമേ ഉള്ളൂ. നമ്മൾ റെഡ് ടാക്സിയിൽ ഓട്ടോ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഗ്യാസൊക്കെ എടുത്ത് വെക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ ലഞ്ച് ടൈമിനായിരുന്നു പോയത്. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ വണ്ടീൻ്റെ ഒക്കെ. നമ്മൾ തിരിച്ചെത്തി. എടുത്ത സാധനങ്ങൾ എടുത്തോടെ തന്നെ വെക്കണമല്ലോ, എന്നാലല്ലേ പിന്നെ നമ്മൾ നോക്കുമ്പോൾ കാണും. ഇതൊക്കെ പാക്ക് ചെയ്യാൻ പോകണം കേട്ടോ. അതാണ് ഇത്ര വൃത്തിയിൽ ഞാൻ അടുക്കി ഒതുക്കി വെച്ചിരിക്കുന്നത്. പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കുളി പാസ്സാക്കൽ അത് നിർബന്ധമാണ്. രാവിലെ മസാല ദോശ വാങ്ങിയപ്പോൾ അമ്മ സാമ്പാർ എടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പം വഴുതനങ്ങ ഉപ്പേരിയും പപ്പടും സാമ്പാറും തൈരും അച്ചാറും കൂട്ടിയിട്ടാണ് കഴിച്ചത്. ഗ്യാസ് കൊടുത്തു കേട്ടോ, ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തു. അപ്പം ഇതമ്മ രാവിലെ തന്നെ ആക്കി വെച്ചതായിരുന്നു. രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് ബീഡാന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്നതാണ്. ഇതിനുള്ളിൽ നമ്മൾ വെറ്റിലിയും ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ മൗത്ത് ഫ്രഷ്നറിൻ്റെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ. നല്ല ടേസ്റ്റാണ്. ഇന്ന് ഞാനായിരുന്നു വൈകുന്നേരം വിളക്ക് കൊളുത്തിയത്. ഇന്നിവിടെ ആടിമാസത്തിൻ്റെ അവസാന ദിവസമാണ്. ഇപ്പം നമ്മുടെ അമ്പലത്തെ ദേവീനെ വള വെച്ചിട്ട് മാലയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ അലങ്കരിക്കും കേട്ടോ. ഫ്രൈഡേസിൽ ലക്ഷ്മി വിളക്ക് കൊളുത്താറുണ്ട്. ഇന്ന് ഫ്രൈഡേ അതിനെക്കൊണ്ട് തന്നെ നമ്മളിങ്ങനെ വീട് മൊത്തം സാമ്പ്രാണി ഇങ്ങനെ കാണിക്കും കേട്ടോ. ഇതൊക്കെ ഞാനിവിടെ തമിഴ്നാട്ടിൽ വന്നതിന് ശേഷം ചെയ്തു തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ്. ഞങ്ങൾ കൂടുതലായിട്ടും വിളക്ക് കൊളുത്തതിന് ശേഷമാണ് ചായ കുടിക്കാറുള്ളത്. 4 മണിക്കല്ല 7 മണിക്കാണ് ചായ കുടിക്കാറുള്ളത്. ഗ്രീൻ ടീ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. രാവിലെ മസാല ദോശനോടെ ഉഴുന്നുവടയും വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ മസാല ദോശനെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉഴുന്നോടെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മയും ഞാനും ഉഴുന്നോടെ അവിടെ ഉള്ളി മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ അത് വൈകുന്നേരം ചായക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ എൻ്റെ ഷോർട്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ എപ്പോഴും എൻ്റെ എടുക്കുന്ന പ്ലേറ്റാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കുട്ടി പ്ലേറ്റാണത്. എൻ്റെ വിചാരം കുഞ്ഞു പ്ലേറ്റ് എടുത്ത് ഞാൻ കുറച്ച് ഫുഡേ കഴിക്കുള്ളൂ എന്നാണ്. പക്ഷേ കുഞ്ഞു പ്ലേറ്റിനകത്ത് തോനെ ഫുഡ് എടുത്തിട്ട് ഞാൻ കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും റെക്കമെൻഡേഷൻ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.